ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ. രണ്ട് കലാഹൃദയങ്ങളാണ് ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി കല ഉപജീവനമാക്കിയ ആളൊന്നുമല്ല. എങ്കിലും പാട്ടിലൊരംഗത്തിന് ഇനിയും ബാല്യമുണ്ട്. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. മൂന്നാം തവണ മന്ത്രിപദത്തിൽ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പ് തന്നെയാകും ചുമതല. മൺമറഞ്ഞ അമ്മയുടെയും സഹോദരങ്ങളുടെയും ഓർമ്മകൾ മനസ്സിലും കയ്യിലും സൂക്ഷിക്കുന്ന കടന്നപ്പള്ളിക്ക് 2.5 വർഷം കൊണ്ട് നിറവേറ്റാനുള്ളത് വലിയ ലക്ഷ്യങ്ങളാണ്. ഇനിയിപ്പോൾ അതിനൊരു അവസാന ഘട്ടത്തിലേക്കാണ്. ആ അവസാന ഘട്ടം പൂർത്തീകരിക്കുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആ ചുമതലയേറ്റതിനു ശേഷം ശ്രമം ആരംഭിക്കുക എന്നുള്ളതാണ്. നടൻ KB ഗണേഷ് കുമാർ പതിറ്റാണ്ടുകളായി സിനിമാ താരമാണ്. സിനിമാ തിരക്കിനിടയിലാണ് എപ്പോഴും KB ഗണേഷ് കുമാറിന്റെ പൊതുജന സേവനം. മൂന്നാം തവണ മന്ത്രിയാകുമ്പോൾ സിനിമാക്കാരൻ മന്ത്രിക്ക് സിനിമാ വകുപ്പ് കിട്ടണമെന്ന മോഹമുണ്ട്. ആഗ്രഹം മറച്ചുവെച്ചില്ല. സിനിമാ നടനായിട്ട് എന്തും കിട്ടിയാൽ, സിനിമ കൂടെ കിട്ടിയാൽ സന്തോഷം എന്നല്ലേ പറയാം. അത് തരുന്നത് മുന്നണിയല്ലേ, മുഖ്യമന്ത്രിയല്ലേ. മന്ത്രിപ്പണിക്കൊപ്പം അഭിനയം തുടരണോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും. ഗതാഗത വകുപ്പ് നൽകാനാണ് ധാരണ. KSRTCയുടെ വരുമാന ചോർച്ച തടയാനടക്കം മനസ്സിൽ ഒരുപാട് പദ്ധതിയുണ്ട്. പക്ഷേ KSRTCയെ സ്വന്തം കാലിൽ നിർത്തുക എളുപ്പമല്ലെന്ന് നല്ല ബോധ്യമുണ്ട്. വൈകിട്ട് 4 രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രീയ കൗതുകമേറെയാണ്. മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ മുഖാമുഖം എത്തുന്നു. സർക്കാരും ഗവർണറും തെരുവിലും കോടതിയിലും പരസ്പരം ഏറ്റുമുട്ടുന്ന അവസരമാണ്. ബന്ധം ഇതുവരെ ഇല്ലാത്ത വിധം വഷളാണ്. ഈ അവസരത്തിൽ സത്യപ്രതിജ്ഞാ വേദിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും രാഷ്ട്രീയ ചർച്ചയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കാനെത്തിയ ഗവർണറെ SFI കരിങ്കൊടി കാട്ടിയാണ് ഇന്നലെ സ്വീകരിച്ചത്. അതിനാൽ രാജ്ഭവനിൽ അനിഷ്ടങ്ങൾ അതിരുവിടുമോ എന്നതും ആകാംക്ഷയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.